ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കള്ളവേഷം കെട്ടി കണ്ണൻ്റെ പുറകെ പോയ പ്രതാപൻ്റെ കേട് തീർത്തു കൊടുക്കാൻ തന്നെ മാർക്കോ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഒരു അനോണിമസ് കോൾ എന്ന രീതിയിൽ പ്രതാപിനെ വിളിക്കുകയും എന്നിട്ട് സാറിൻ്റെ മൂത്ത മകനില്ലേ ആ ഫിനാൻസ് കമ്പനി നടത്തുന്നയാൾ എന്ന് മാർക്കോ പറയുന്നതും അവനെ ഞാൻ എൻ്റെ മരുമകനായിട്ട് കണ്ടിട്ടില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അയാളിപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് മാർക്കോ പറയുന്നത് കേട്ട് ഞെട്ടി എഴുന്നേറ്റ് പോവുകയാണ് പ്രതാപൻ. വെറുതെ നീ കള്ളം പറയാണെന്ന് പ്രതാപൻ പറയുമ്പോൾ ഇപ്പോൾ അവർ വേളി കടപ്പുറത്തുണ്ടെന്നും അയാളും അയാളുടെ ഭാര്യയും കൂട്ടുകാരനും കൂടി അവിടെ തണലിൽ തിരപ്പുണ്ടെന്നും നേരിട്ട് വന്നാൽ ആ കാഴ്ച കാണാമെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ നീ ഇന്ന് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കണമെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഇപ്പോൾ വന്നാൽ നേരിട്ട് കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് പ്രതാപൻ കാര്യം മുത്തശ്ശിയോട് പറയുന്നു. കണ്ണൻ കെട്ടിയവളുടെ കൈയും പിടിച്ച് വേളി കടപ്പുറത്തുകൂടെ നടക്കുന്നുണ്ടെന്ന് ഒരുത്തൻ കണ്ടു എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ വേഗം പോയി നോക്കാനും കല്യാണത്തിന് വന്ന ആരെങ്കിലും ആയിരിക്കും വിളിച്ചു പറഞ്ഞത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവൻ കടപ്പുറത്തുകൂടെ നടക്കുന്ന കാഴ്ചയെങ്ങാനുമാണ് കാണുന്നതെങ്കിൽ കടലിൽ ചാടി ചാവുന്നതാണ് നല്ലതെന്നും ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ വിഷമിക്കുമ്പോൾ കേൾക്കുന്നത് ശരിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവനെങ്ങനെ അച്ഛനായി? ആ തോമസ് വൈദ്യൻ തന്നെയായിരിക്കും അവനെ സുഖപ്പെടുത്തിയത്. മാത്രമല്ല അവനിപ്പോൾ ചികിത്സയ്ക്കും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് വേഗം പോയി നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പ്രതാപനോട്. അങ്ങനെ പ്രതാപൻ വേളി കടപ്പുറത്ത് എത്തുന്നു. പക്ഷേ അവിടെ എത്തിയിട്ടും ആരെയും കാണാത്തതുകൊണ്ട് തന്നെ ഇനി അവൻ എന്നെ പറ്റിച്ചതാണോ എന്നെല്ലാം സംശയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാർക്കോ വന്ന് പ്രതാപൻ്റെ തോളിൽ കൈവയ്ക്കുന്നു. പ്രതാപനാണെങ്കിൽ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുന്നതും തൊട്ടു പിന്നിൽ നിൽക്കുന്ന മാർക്കോയെ കണ്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. തുടർന്ന് എടാ മാർക്കോ, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണടാ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. നിനക്ക് കണ്ണൻ സാറ് നടന്നു തുടങ്ങിയോ എന്നറിയണം, അതിനു വേണ്ടിയല്ലേടാ നീ കള്ള സന്യാസിയുടെ വേഷം കെട്ടി അമ്പലത്തിലേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ മോനെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇത്തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പ്രതാപൻ പറയുമ്പോൾ കണ്ണൻ സാറിൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നവനെ ഒന്നും ചെയ്യാതെ തലോടി വിടണം അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപനെ അവിടെ ഇട്ട് കൈകാര്യം ചെയ്തു വിടുന്നുണ്ട് മാർക്കോയും ലോപ്പസും. തുടർന്ന് നീ ചെയ്തതിനുള്ള ശിക്ഷയാണ് നിൻ്റെ മകൾ കരുണയില്ലാത്ത ആ കരുണയ്ക്ക് കണ്ണൻ സാറ് കൊടുക്കുന്നത്. നിനക്ക് കണ്ണൻ സാറ് നടന്നു തുടങ്ങിയോ എന്നല്ലേ അറിയേണ്ടത്? എങ്കിൽ കേട്ടോ, കണ്ണൻ സാറിന് ഇപ്പോൾ എല്ലാവരെയും പോലെ നടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് കണ്ണൻ സാറിന് അച്ഛനാകാൻ കഴിഞ്ഞത്. ഇനി നീ ഇത് ചെന്ന് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ. നിന്റെ മോള് അത് കേട്ട് നെഞ്ചു പൊട്ടി മരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ ഒരു വാണിംഗും കൊടുത്ത് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കണ്ണൻ നടന്നു തുടങ്ങി എന്നുള്ളൊരു വാർത്ത മാർക്കോയിൽ നിന്നും അറിയുന്ന പ്രതാപനാണെങ്കിൽ മാർക്കോയുടെ ഇടിയുടെ ആ വേദനയേക്കാൾ കൂടുതൽ പ്രതാപനെ അത് തളർത്തി കളയുന്നുണ്ട്. ഇനിയൊരു പക്ഷേ അവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നുള്ളൊരു സംശയം പ്രതാപനുണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം മഹി വരുന്നതും അടുക്കളയെല്ലാം അലങ്കോലപ്പെട്ടും വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നത് കണ്ട് എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? പാചകം ചെയ്താൽ മാത്രം പോരാ, അടുക്കള നല്ല നീറ്റായിട്ട് വെക്കാനും പഠിച്ചിരിക്കണം. സ്റ്റവ് ഉൾപ്പെടെ എല്ലാം നീ തൂത്ത് തുടച്ച് വൃത്തിയാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്ന് ആജ്ഞാപിക്കുന്നുണ്ട് കരുണയോട്. തുടർന്ന് കരുണയെ ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ആദ്യം നീ ഇവിടെയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കണം, എന്നിട്ട് അടുക്കള വൃത്തിയാക്കിയാൽ മതി എന്നും കൽപ്പിക്കുന്നു. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹിയോട് ഒരക്ഷരം പോലും എതിർത്ത് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അമർഷം കടിച്ചമർത്തി നിൽക്കുകയാണ് കരുണ. തുടർന്ന് തറയെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നു. ദുർഗയാണെങ്കിൽ കരുണ വീട് ക്ലീൻ ചെയ്യുന്നതെല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, പ്രതാപന് അതിൻ്റെ ഫോണിലേക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എത്രത്തോളം യാതന കരുണ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് കരുണ അങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് പ്രതാപൻ്റെ ഫോണിലേക്ക് ആ വീഡിയോ ദുർഗ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുകൂടി കാണുന്നതോടെ പ്രതാപൻ്റെയും മുത്തശ്ശിക്കും ആണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണാവുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ ഇതിനെല്ലാം തിരിച്ചടിയായിട്ട് ഒരു കൊടും ചതി തന്നെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഫുഡിലൊന്നും വിഷം ചേർത്ത് കൊടുത്ത് മഹാലക്ഷ്മിയെ അപായപ്പെടുത്താൻ കഴിയില്ല, അതെന്തായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മഹിയെ കത്തിച്ച് കൊല്ലുമെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. അങ്ങനെ കരുണ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അതാവുമ്പോൾ ആർക്കും ഒരു സംശയവും തോന്നുന്നില്ല. കരുണയ്ക്കാണെങ്കിൽ അടുക്കള കാര്യങ്ങളൊന്നും അത്ര വശമില്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയതാണെന്ന് മാത്രമേ എല്ലാവരും കരുതൂ. അങ്ങനെ കരുണ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ കരുണയുടെ ആ കൊടും ചതിയിൽ ദുർഗയ്ക്കാണ് നല്ല തിരിച്ചടി കിട്ടുന്നത്. മാത്രമല്ല ഗ്യാസ് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചത്
മഹിക്കെതിരെ കരുണ നടത്തിയ ഒരു നീക്കമാണെന്ന് കണ്ണന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ മഹിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് കണ്ണനെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയാണ്. മാത്രമല്ല കരുണയോട് ഇപ്പോൾ തൽക്കാലം കണ്ണൻ ക്ഷമിച്ചിരിക്കുകയാണ്. കരുണയിലൂടെ തന്നെയാണ് പ്രതാപനൊരു ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കരുണ അടങ്ങിയിട്ടില്ല. അവളുടെ ആ ക്രൂരത ഇപ്പോഴും മനസ്സിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ ശരിക്കും സൈകിടുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൻ എല്ലാ സത്യങ്ങളും ദുർഗയോടും ഉണ്ണിയോടും തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ കരുണ ഒരു ക്രൂരത പ്ലാൻ ചെയ്തിട്ട് ഒടുവിൽ കരുണയ്ക്ക് തന്നെയാണ് അത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്